പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മോഡൽസ് എടുക്കുക, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം. അതുപോലെ ക്ലോക്കിലെ ഇതുപോലെ എന്ത് ചോദിക്കാം, സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം, ക്യാപിറ്റൽസുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം. അപ്പൊ ആ ഇന്റർവെല്ലിൽ ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് പറയാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ ചെയ്തതിന് ശേഷം ഹായ് ഹലോ നമസ്കാരം, ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മെന്റൽ എബിലിറ്റി ആണ് ചർച്ച ചെയ്യുന്നത്. ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന പല പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള പല മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ആ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാണ്. ഇത് നമ്മുടെ ആവശ്യം എന്താണെന്നറിയാലോ, യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നറിയാനായിട്ട് മെന്റൽ എബിലിറ്റി ഒന്ന് റിവൈസ് ചെയ്യാണ്. മാത്സിന്റെ ഒരു റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് മിക്കവാറും ടോപ്പിക്സ് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് നടന്ന കുറച്ച് കട്ടിയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തു. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ആ ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മെന്റൽ എബിലിറ്റി പഠിക്കുന്ന പോലെ തന്നെയാണ് റിവിഷനും ചെയ്യേണ്ടത്. പഠിക്കുന്നത് എങ്ങനെയാ? മെന്റൽ എബിലിറ്റി ഒരിക്കലും പുതിയ ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ ഓരോ മോഡലായിട്ട് പഠിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. റീസെന്റ് ആയിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മോഡൽസ് എടുക്കുക, അവരെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. ഇതാണ് മെന്റൽ എബിലിറ്റി പഠിക്കാനുള്ള മാർഗം. അറിയാലോ, മെന്റൽ എബിലിറ്റിയിലെ എല്ലാ ടോപ്പിക്സും പരമാവധി നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത് കണക്കാക്കി തന്നെ മെന്റൽ എബിലിറ്റി പഠിക്കുകയും റിവിഷൻ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെന്റൽ എബിലിറ്റിയുടെ റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. അറിയാലോ, മാത്സിന്റെ 10, മെന്റൽ എബിലിറ്റിയുടെ 10. നമ്മുടെ പരീക്ഷകളിലെല്ലാം, അതായത് മെയിൻസ് എക്സാം ലെവലിൽ എല്ലാ സ്ഥലത്തും 10 എന്നുള്ള തരത്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ 1-2 വ്യത്യാസം, അതായത് 12-8 അല്ലെങ്കിൽ 11-9 ആ ഒരു രീതിയിലേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് അങ്ങോട്ട് മാറാം, ഇങ്ങോട്ടും വരാം. ചിലപ്പോൾ മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളായിരിക്കും കൂടുതലായിട്ട് വരിക, ചിലപ്പോൾ മാത്സ് ആയിരിക്കും. അപ്പൊ അതേതാണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ രണ്ടിനും തുല്യ പരിഗണന കൊടുത്തുകൊണ്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് സെറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. മിക്കവാറും ടോപ്പിക്സ് എല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനിയൊരു റിവിഷന്റെ ആവശ്യമുള്ളൂ. ഇതിനകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിലബസ് പ്രകാരം കലണ്ടറോ ക്ലോക്കോ അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ല. സാധാരണ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ഏരിയാസ് അതൊക്കെയാണ്. പക്ഷെ ആ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ കലണ്ടർ ക്ലോക്ക് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി വെച്ചാൽ അത് എങ്ങനെയാണ് കലണ്ടർ ഒരു ഡേറ്റിൽ നിന്ന് അടുത്ത ഡേറ്റിലേക്ക് പോവാം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം. അതുപോലെ ക്ലോക്കിലെ മിറർ ഇമേജ്, അതുപോലെ തന്നെ ആംഗിൾസ്, ഇത് രണ്ടൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ചോദിക്കുന്നെങ്കിലും അത് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ സിലബസിൽ നമുക്ക് തന്ന് ബുദ്ധിമുട്ടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ഒരു റിവിഷനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും അവസാനം നടന്ന നമ്മുടെ ഒരു LGS മെയിൻസ് എക്സാം ഉണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലാണ്. അത് കമ്പനി ബോർഡ് LGS അതിന്റെ മെയിൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഒരു 10th ലെവൽ ആ ഒരു നിലവാരത്തിലുള്ള മെയിൻസ് പരീക്ഷകളുടെ 1-2 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ റിവൈസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പൊ ആ ചോദ്യങ്ങൾ വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്സിന്റെ റിവിഷൻ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ എന്ത് ചെയ്യുക, പരമാവധി കോൺഫിഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പരമാവധി കോൺഫിഡൻസ് വച്ച് പുലർത്തുക. ചോദ്യം കാണുമ്പോൾ തന്നെ അയ്യോ ഇതെനിക്ക് അറിയാത്തതാണല്ലോ എന്നുള്ള രീതിയിൽ തല ഇറങ്ങി വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കുക. പരമാവധി ആത്മാർത്ഥമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസിനെ സമീപിക്കുകയും ചെയ്യുക. കാരണം ചെറിയ കാര്യമല്ല 10 മാർക്ക് എന്ന് പറയുന്നത്. റെഡി? അപ്പൊ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പൊ നമ്മളൊരു 25 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് തന്നെ പോവാം. ചോദ്യങ്ങൾ ഓരോന്ന് ഞാൻ പറയുന്നു, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വീഡിയോ പോസ് ചെയ്യുന്നു, അത് ചെയ്ത് നോക്കുന്നു, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ നോക്കുന്നു. അങ്ങനെ തന്നെ പരീക്ഷാ മാതൃകയിൽ തന്നെ ചെയ്തു നോക്കുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇൻഡു എന്നാൽ സങ്കലനം എന്നും, ഡിവിഷൻ എന്നാൽ വ്യവകലനം എന്നും, പ്ലസ് എന്നാൽ ഗുണനം എന്നും, മൈനസ് എന്നാൽ ഹരണം എന്നുമാണ് അർത്ഥമെങ്കിൽ 40 × 8 ഡിവൈഡഡ് ബൈ 8 -2 + 4ന്റെ വില എത്ര? നമുക്കറിയാം അല്ലെ. എന്താണ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും ചോദ്യത്തിൽ തന്നിരിക്കുന്ന മാതൃകയിൽ അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ചിഹ്നങ്ങളെ ഉപയോഗിക്കരുത്. അതിന്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് ജസ്റ്റ് ആ നമ്പേഴ്സ് മാത്രം മതി അല്ലെ. 40 ആദ്യം ഞാൻ അങ്ങ് എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് വന്ന 8നെ എഴുതുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഒരു 8, അത് കഴിഞ്ഞിട്ട് 2, അത് കഴിഞ്ഞിട്ട് 4, ഇത്രയും ചെയ്തു വെച്ചു. ശേഷം ചിഹ്നം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ ആദ്യത്തെ ചിഹ്നം ഇൻഡു ആണല്ലോ. ഇൻഡു എന്നത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന സങ്കലനം എന്നാണല്ലോ. വാട്ട് ഈസ് സങ്കലനം? അഡിഷൻ ആണ് കേട്ടോ. ആഡ് ചെയ്യുക, കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുക, അവിടെ ഒരു പ്ലസ് ഇടുക. അടുത്ത് വരുന്നത് ഡിവിഷൻ ആണല്ലോ. ഡിവിഷൻ വരെ എന്ത് കൊടുക്കുക, വ്യവകലനം.
എന്താണ് സബ്ട്രാക്ഷൻ അഥവാ മൈനസ് അല്ലെങ്കിൽ ന്യൂനം എന്നൊക്കെ പറയൂലേ, കുറയ്ക്കലാണ് കേട്ടോ. അത് കഴിഞ്ഞ് വരുന്നത് മൈനസ് ആണല്ലേ. അപ്പൊ മൈനസ് എന്നാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹരണം എന്നാണ്. അപ്പൊ ഹരണത്തിന്റെ ചിഹ്നം ഇവിടെ കൊടുക്കാം. അത് കഴിഞ്ഞ് പ്ലസ് ആണ്. അപ്പൊ ഇനി ഒരാളും കൂടെ അതിനകത്ത് കടന്നു വരാനുള്ളൂ, അതാരാണ്, ഗുണനമാണ്. അപ്പൊ അതുപോലെ കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ ഏത് റൂൾ ഉപയോഗിക്കുക, ബോഡ്മാസ് റൂൾ ഉപയോഗിക്കുക. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. ഇവിടെ നമുക്ക് ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ, ബ്രാക്കറ്റ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം ഡിവിഷൻ ചെയ്യാം ചേട്ടെ. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിസൾട്ട് എന്തെന്ന് എഴുതി, 4 എന്ന് എഴുതി, കുഴപ്പമില്ലല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ തൊട്ടടുത്ത് ആര് വരുന്നുണ്ട്, 4 തന്നെ വരുന്നുണ്ട്, ഇൻറ്റു 4 അല്ലേ. അപ്പൊ 4 × 4 ഇവരെ നമുക്ക് എങ്ങനെ എഴുതാം, 16 എന്ന് എഴുതാം. അപ്പൊ ഇത്രയും പാർട്ട് നമ്മൾ ചെയ്തു തീർത്തു. ദാ ഇവിടെ മുതൽ ഇങ്ങറ്റം വരെയുള്ള പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്താ ചെയ്തേ, ആദ്യം ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ആണേ. അപ്പൊ 4 4 16 സെറ്റായി. 4 ഇവിടെ നിന്ന് വന്നു, 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ബാക്കിയും കൂടെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തേ. നമ്മൾ ഇതുവരെ തൊട്ടിട്ടില്ലാത്ത ഭാഗം ഏതാ, 40 + 8 - 16. ഓക്കെ. അപ്പൊ അടുത്ത് വരേണ്ട അഡിഷൻ പിന്നെ സബ്ട്രാക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ 40 തൊട്ട് 48, 48ൽ നിന്ന് 16 കുറയ്ക്കുക, 48 - 16 32. കഴിഞ്ഞു നമ്മുടെ ജോലി. ആൻസർ 30. ഇനി അഡിഷനും സബ്ട്രാക്ഷനും മാത്രമേ വരുന്ന കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്താലും തെറ്റൊന്നുമില്ല കേട്ടോ. ഇവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 40 8 കൂടെ കൂട്ടിയിട്ട് തന്നെ 16 കുറച്ചാൽ മതിയാവും. അപ്പൊ ആൻസർ 32 കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും ആലോചിക്കാനില്ല. എന്ത് ചെയ്യുക, ചിഹ്നം മാറ്റിയിട്ടതിന് ശേഷം ബോഡ്മാസ് റൂൾ കൊടുക്കാം. എന്നാൽ ഇതിന്റെ അടുത്ത ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമുക്കിവിടെ ഒരൊറ്റ പ്രശ്നം മാത്രമേ സോൾവ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇത് ഒന്നിലധികം പ്രശ്നങ്ങൾ തന്ന് നമുക്ക് ഇതുപോലെ തലവേദന ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. മൈനസ് എന്നാൽ ഡിവിഷൻ, പ്ലസ് എന്നാൽ ഇൻറ്റു, ഡിവിഷൻ എന്നാൽ മൈനസ്, ഇൻറ്റു എന്നാൽ പ്ലസ് എന്നുമായാൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്, ഇതാണ് നമുക്ക് വെല്ലുവിളി. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യന് പകരം നമുക്ക് ഇതുപോലൊരു സംഗതി തന്നാലും നമ്മൾ അവിടെ ഇരിക്കൂലേ. എന്താ കാരണം, ഈ ഓപ്ഷനകത്തുള്ള എല്ലാ വാല്യൂസും നമ്മൾ ചെയ്തു നോക്കണം. എന്നിട്ട് ഇതിൽ ശരിയായത് ആര് എന്ന് കണ്ടെത്തലാണ് നമ്മുടെ ജോലി. മനസ്സിലായോ? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതിന്റെ ഇരട്ടി ജോലി അല്ലെങ്കിൽ ചിലപ്പോൾ ഇരട്ടി ജോലി നമ്മളിവിടെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ചോദ്യത്തെ എങ്ങനെ സമീപിക്കാം എന്ന് വെച്ചാൽ ഓരോന്നായിട്ട് എടുക്കാം. ഇതിൽ ഓരോ ഓപ്ഷനെ എടുത്തിട്ട് ചിഹ്നം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. നമുക്ക് ആൻസർ ഓരോ സ്ഥലത്തും തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ. അപ്പൊ ഇതാ ഞാൻ ഇങ്ങനെ എഴുതി കേട്ടോ. ആദ്യത്തെ ഓപ്ഷൻ ഇങ്ങനെ എടുത്തെഴുതി. എന്താ അത്, 52 / 4 + 5 × 8 - 2. ഇതായിരുന്നു നമ്മുടെ എ ഓപ്ഷൻ ആണല്ലോ. ഈ എ ഓപ്ഷനിൽ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതാണ്ടോ അവിടെ എല്ലാം ഞാൻ സ്പേസ് ഇട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എഴുതി തന്നെ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ ഞാൻ നമ്പേഴ്സ് മാത്രം എടുത്തു, 52 4 5 8 2 മാത്രം എടുത്തു. എന്നിട്ട് ചിഹ്നങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവിടെ ആദ്യത്തേത് ഡിവിഷൻ ആണ്. ശരിക്കും ഡിവിഷൻ എന്നാൽ എന്താണ്, ഡിവിഷൻ എന്നാൽ മൈനസ് ആണ്. ഓക്കെ, അത് കൊടുക്കട്ടെ, കൊടുത്തു. അത് കഴിഞ്ഞ് പ്ലസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ പ്ലസിന് പകരം എന്ത് കൊടുക്കണം എന്ന് നോക്കിയേ. അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്ലസ് എന്നാൽ എന്താണ്, ഇൻറ്റു. അത് ഞാൻ അവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് നോക്കുമ്പം 5 8 അതിനിടയ്ക്ക് വരുന്നത് ഇൻറ്റു ആണല്ലോ. ഇൻറ്റു എന്നാൽ എന്താണ് സൂചിപ്പിക്കുന്നത് നോക്കിയേ, ഇൻറ്റു എന്നാൽ പ്ലസ് ആണ്. അത് ഞാൻ അങ്ങ് കൊടുത്തു. ഓക്കെ. ശേഷം നോക്കുമ്പം എന്ത് വരുന്നുണ്ട്, ഇവിടെ ഒരു മൈനസ് ചിഹ്നം വരുന്നുണ്ട്. മൈനസ് എന്തിനെ സൂചിപ്പിക്കുന്നു, ഡിവിഷൻ. കണ്ടോ, ഇത്രയും ഞാൻ ചെയ്തു വെച്ചു, എഴുതി വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബോഡ്മാസ് റൂള് അപ്ലൈ ചെയ്യാം. ആദ്യം ഡിവൈഡ് ചെയ്യണ്ടേ, വേണം. അപ്പൊ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്ര കിട്ടും 4. അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ 4നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4 × 5 20 ആണല്ലോ. ഓക്കെ, ബാക്കിയുള്ളത് അങ്ങ് ഫില്ല് ചെയ്യുക. ഇവിടെ ആരുണ്ട്, 52 ഉണ്ട്, മൈനസ് ഉണ്ട്, പ്ലസ് ഉണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. എന്താണ്, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമല്ലോ. എങ്ങനെ, 52ൽ നിന്ന് 20 കുറച്ചിട്ട് 4 കൂട്ടാം. അല്ലെങ്കിൽ ഈ 4നെ എടുത്ത് 52നോട് കൂട്ടിയ ശേഷം ആരെ കുറയ്ക്കുക, 20നെ കുറയ്ക്കുക. ഏതാണെങ്കിലും ചെയ്യാം. അപ്പൊ 52ൽ നിന്ന് 20 കുറച്ചാൽ എന്ത് കിട്ടൂടാ, 32 കിട്ടോ. 32നോട് 4 കൂട്ടിയാൽ എന്ത് കിട്ടൂടാ, 36 കിട്ടിയോ. യെസ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ, 36 പ്രോപ്പർ ആയിട്ട് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഏത് തന്നെയാണ്, ഓപ്ഷൻ എ തന്നെ കിട്ടി. എന്നാൽ ഇതുവരെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഓപ്ഷൻസിലും കൂടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കിപ്പോവാം. ഒന്ന് റിവൈസ് ചെയ്ത് പൊക്കോളൂ. ബാക്കി എല്ലാ ഓപ്ഷൻസും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ. ശരി, നോക്ക്. ഇവിടെ ഇൻറ്റു വന്നിട്ടുണ്ട്, ഉണ്ടോ, ഉണ്ട്. ഇൻറ്റു വന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റുവിന് പകരം എന്താ കൊടുക്കേണ്ടത്, ഇൻറ്റു എന്നാൽ പ്ലസ് കൊടുക്കട്ടെ. യെസ്.
അത് കഴിഞ്ഞ് നമ്മൾ എന്താ എടുക്കുന്നത്? മൈനസ് ആണ്. മൈനസ് എന്നാൽ എന്താണ്? ഡിവിഷൻ ആണ് കൊടുക്കുന്നത്. കണ്ടോ? അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പ്ലസ് ആണ് വരുന്നത്. പ്ലസ് എന്നാൽ എന്താണ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇൻറ്റു ആണ് കൊടുക്കുന്നത്. ശരിയല്ലേ? അത് കഴിഞ്ഞ് വരുന്നത് അവിടെ ആരാണ്? ഡിവിഷൻ ആണ്. ഡിവിഷൻ എന്നാൽ നമ്മൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഡിവിഷന് പകരം ഡിവിഷന് പകരം നമ്മൾ മൈനസ് ആണ് കൊടുക്കുന്നത്. ഇവിടെ ചെയ്ത് തുടങ്ങുന്നത് തന്നെ ഡിവിഷനിലല്ലേ? അപ്പൊ കണ്ടോ 4/12. ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് പെടും കേട്ടോ. 4നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരിക്കലും ഒരു പൂർണ്ണസംഖ്യ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരും? 4/12 എന്ന് വെച്ചാൽ 1/3 എന്ന് എഴുതേണ്ടി വരും. എന്നിട്ട് ഇതിനെ 5 കൊണ്ട് ഗുണിക്കേണ്ടി വരും. എന്നിട്ട് അതിൽ 3 കുറയ്ക്കുകയും 36 കൂട്ടുകയും ചെയ്യാം. ഒരിക്കലും ഇതിനെ 420ലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തന്നെ നിങ്ങൾ അടുത്ത് എന്ത് നോക്കുക? മൾട്ടിപ്ലിക്കേഷനകത്ത് ഈ താഴെയുള്ള ഡിനോമിനേറ്ററിൽ വരുന്ന 3നെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പറ്റുന്നില്ല എന്നാ മനസ്സിലാക്കിക്കോ, പണിയാണ് കേട്ടോ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അവസാനം എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണസംഖ്യകളിലേക്ക് എത്താൻ പറ്റും. നിലവിൽ നമുക്ക് ആവശ്യം വരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ആൻസർ കയ്യിലുള്ളത് കൊണ്ട് നമ്മളിത് പൂർണ്ണമായിട്ട് ചെയ്യണമെന്നില്ല. ഏകദേശം പ്രശ്നമാണെന്ന് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? അതങ്ങ് വിടുക. അടുത്ത ഓപ്ഷൻ സി എടുക്കുകയാണെങ്കിൽ ഇൻറ്റുവിന് വരെ എന്ത് കൊടുക്കണോടാ? ഇൻറ്റു എന്നാൽ പ്ലസ് കൊടുക്കുക. ഓക്കെ. ഡിവിഷൻ എന്നാൽ മൈനസ് കൊടുക്കുക. പ്ലസ് എന്നാൽ പ്ലസിന് വരെ എന്ത് കൊടുക്കുക? ഇൻറ്റു കൊടുക്കുക. അവസാനം മൈനസിന് വരെ എന്ത് കൊടുക്കുക? ഡിവിഷൻ. ഇവിടെ നമുക്ക് ആ ഡിവിഷൻ വരുന്ന സ്ഥാനത്ത് ഒരു ചെറിയ പ്രശ്നം ഉദിക്കുന്നുണ്ട്. കണ്ടോ? 4/8 എന്നാണ്. 4/8 എന്ന് വെച്ചാൽ ശരിക്കും എന്തേ വരുന്നുള്ളൂ? 1/2 വരുന്നുള്ളൂ. ഇതിനോട് ഒരു 5 ഗുണിക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഇപ്പൊ ഈ 5 × 1/2 വരുമ്പോൾ തന്നെ 5/2 കിട്ടുന്നുള്ളൂ. ഒരു 2.5 എന്നുള്ള രീതിയിലേ കിട്ടുന്നുള്ളൂ. ഇതിനെയും പൂർണ്ണസംഖ്യയിലേക്ക് കൊണ്ടെത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതങ്ങ് വിടുന്നു. ഓക്കെ. അടുത്ത ഓപ്ഷനിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടോ ഇവിടെ മൈനസ് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഡിവിഷൻ. ഇൻറ്റു എന്നത് പ്ലസ്, ഡിവിഷൻ എന്നത് മൈനസ്, പിന്നെ പ്ലസ് എന്നത് ഇൻറ്റു കൊടുത്തല്ലോ. ഡിവിഷൻ നോക്കിയേ, 36/12 പൂർണ്ണസംഖ്യ കിട്ടി, രക്ഷപ്പെട്ടു. 3 പ്ലസ് 6 മൈനസ് 3 × 4 എത്ര കിട്ടും? 12. കണ്ടോ? നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലായി. ഇവിടെ എന്താണ്? 3ഉം 6ഉം കൂടെ കൂട്ടി 9. 9 ന്ന് 12 കുറച്ചാൽ ഒരിക്കലും എന്ത് കിട്ടില്ല? 60 കിട്ടാൻ പോകുന്നില്ല അല്ലേ? ഓക്കെ. അവിടെ ആകപ്പാടെ ഒരു -3 കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് നമുക്കൊരു വാല്യൂലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയത് എവിടെ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ എയിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏത് ഉറപ്പിക്കുന്നു? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതിനെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്താൽ 36ൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ നമ്മൾ അത് എടുത്തു. തെറ്റായോ? ഈ 4 ഞാൻ എഴുതി ചെയ്ത മാതൃകയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് ചെയ്യുക. നമുക്കിപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും ഇതുപോലെ എ തന്നെ കറക്റ്റ് കിട്ടണമെന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ ഡി ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മളൊന്ന് മെനക്കെട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മാർക്കാണേ. ശരി, അടുത്തൊരു ചോദ്യം. ഒരാൾ 50 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു. 1 മിനിറ്റിൽ അയാൾ 5 മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിലും 2 മീറ്റർ താഴോട്ട് ഇറങ്ങുന്നു. എന്നാൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ ഏറ്റവും മുകളിലെത്തും എന്നാണ് ചോദ്യം. ഇത് നോർമലി നമ്മൾ ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? 5 മീറ്റർ മുകളിലേക്ക് കയറുന്നു. അതുപോലെ 1 മിനിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2 മീറ്റർ താഴോട്ട്. അപ്പൊ ടോട്ടൽ 1 മിനിറ്റിൽ അവിടെ കിട്ടുന്ന റിസൾട്ട് എന്തെന്ന് വെച്ചാൽ 5 - 2 3 എന്നാണ് കിട്ടുക. അപ്പൊ നമ്മൾ നോർമലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ 50 മീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതും അല്ലെ? അപ്പൊ 16 പോയിന്റ് സംതിങ് എന്നൊക്കെ കിട്ടും. എന്നിട്ട് നമ്മൾ അതിനെ വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് 17 മിനിറ്റ് എന്നൊക്കെ എഴുതി വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ ഞാനിത് എപ്പോഴും പറയുന്നതാണ്. ഈ പരീക്ഷ നടക്കുന്നതിന് മുമ്പ്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ച പരീക്ഷ നടക്കുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് നമ്മൾ റിവൈസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ പോലും ഞാൻ ഇത് നിങ്ങളെ ഓർമ്മിപ്പിച്ചു വിട്ടതാണ്. ഇത്തരം ചോദ്യം കിട്ടുമ്പോൾ നിങ്ങൾ ടോട്ടൽ ഉയരം എടുക്കുക. ആകെ ഉയരം 50 മീറ്റർ. ഇതിൽ കയറും എന്ന് പറയപ്പെടുന്ന ഒരു 5 മീറ്റർ ഇല്ലേ, ഇവരെ എടുക്കുക. ഓക്കെ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 50 മീറ്ററിൽ നിന്ന് ആരെ ഒഴിവാക്കുക? ഈ കയറും എന്ന് പറയപ്പെടുന്ന 5 മീറ്ററിനെ ഒഴിവാക്കുക. ആദ്യം നിങ്ങൾ ഈ ടോട്ടൽ ഉയരത്തിൽ നിന്ന് കയറും എന്ന് പറയപ്പെടുന്ന 5 മീറ്ററിനെ ഒഴിവാക്കി 45 എന്ന് എഴുതി വെക്കുക. ഇത് എഴുതാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട, ഒരു ലോജിക്ക് നിങ്ങൾ ആലോചിക്കണ്ട, ഇത് എഴുതി വെക്കുക. ഇനി നിങ്ങൾ ഈ കയറും എന്ന് പറയുന്ന ആ ഒരു ഉയരവും ഇറങ്ങും എന്ന് പറയപ്പെടുന്ന ആ ഒരു ഉയരവും തമ്മിൽ കുറയ്ക്കുക. 5ൽ നിന്ന് ആരെ കുറയ്ക്കുക? 2നെ കുറയ്ക്കുക. എത്ര കിട്ടും? 3 മീറ്റർ എന്ന് കിട്ടുമല്ലോ. കിട്ടും. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി കുറച്ചിട്ടിരിക്കുന്ന ആ ഒരു വാല്യൂ ഇല്ലേ 45, ആ 45നെ ഈ താഴെ നമ്മൾ കുറച്ച് കിട്ടിയ 3 ഇല്ലേ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 45നെ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം അതിനോട് ഓരോന്ന് കൂട്ടി എഴുതുക. ഇത് മാത്രം ചെയ്താൽ മതി. ഇതിന്റെ ആവശ്യമുള്ളൂ. ലോജിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം.
അപ്പൊ 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. 15നോട് 1 കൂട്ടുക. നമ്മുടെ ആൻസർ 16 മിനിറ്റ് എന്നാണ്. ഇതിന്റെ ആൻസർ ഉറപ്പിച്ചോ? ഇത് എത്രയാണ്? 16 മിനിറ്റ് ആണ്. നമ്മൾ ഭൂരിഭാഗം പേരും എവിടേക്ക് എത്തിച്ചേരും? 17 എത്തിച്ചേരും. അത് തെറ്റായിട്ടുള്ളതാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എടാ, ഇവിടെ ഒരാൾ 1 മിനിറ്റിൽ കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. 1 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 5 മീറ്റർ കയറുന്നു. 1 മിനിറ്റിൽ തന്നെ എന്ത് ചെയ്യും? 5 മിനിറ്റ് കയറിയിട്ട് തിരിച്ച് 2 മീറ്റർ ഇറങ്ങി വന്ന് നിൽക്കും. ഇതാണ് പുള്ളിക്കാരൻ ചെയ്യുന്ന പ്രവൃത്തി. ഇയാൾ കയറുകയോ ഇറങ്ങുകയോ അത് നമ്മുടെ വിഷയമല്ല. നിങ്ങൾ ആലോചിക്കുക, ആദ്യത്തെ 1 മിനിറ്റിൽ എത്ര ദൂരം കയറും? 3 മീറ്റർ. അടുത്ത രണ്ടാമത്തെ മിനിറ്റ് പിന്നെ 3 മീറ്റർ. മനസ്സിലായോ? 5 മീറ്റർ കയറിയിട്ട് തിരിച്ചിറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ എത്രയായി? 6 ആയി. ആ രീതിയിൽ അടുത്ത 9, 12 എന്ന ക്രമത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ഈ അവസാനം ഏറ്റവും അവസാനത്തെ മിനിറ്റിലെ കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഏറ്റവും അവസാനത്തെ മിനിറ്റിൽ ഈ പുള്ളിക്കാരൻ ഒരു 5 മീറ്റർ കയറുമല്ലോ. കയറി ഒരു പൊസിഷനിൽ എത്തിയിട്ടല്ലേ തിരിച്ചിറങ്ങുള്ളൂ. അത് മനസ്സിൽ വെക്കുക. ഏറ്റവും അവസാനത്തെ മിനിറ്റിൽ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? 5 മീറ്റർ കയറും. ആ കയറി അവിടെ എത്തിയിട്ട് 2 മീറ്റർ താഴോട്ട് ഇറങ്ങുമായിരിക്കും. അത് നമ്മുടെ വിഷയമല്ല. മുകളിൽ എപ്പോൾ എത്തും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചെയ്യേണ്ടത്രേ ഉള്ളൂ, ഈ 5 മീറ്റർ കയറും എന്ന് പറയുന്ന 5 മീറ്റർ അവസാനത്തെ മിനിറ്റിലേക്ക് നമ്മൾ അങ്ങ് മാറ്റി വെച്ചു. അതാണ് ഞാൻ എന്ത് ചെയ്തത്? ആദ്യമേ തന്നെ ഈ 5 മീറ്ററിനെ അങ്ങ് കുറച്ചത്. ബാക്കി 45 അല്ലേ ഉള്ളൂ. ഈ 45 മിനിറ്റിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യട്ടെ? കയറിക്കോട്ടെ ഇറങ്ങിക്കോട്ടെ, കയറിക്കോട്ടെ ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ഓരോ മിനിറ്റിലും 3 മീറ്റർ എന്ന രീതിയിൽ പെർഫോം ചെയ്ത് 45 മീറ്റർ കയറാൻ പുള്ളിക്കാരൻ എത്ര സമയം എടുത്തു? 15 മിനിറ്റ് സമയം എടുത്തു. അടുത്ത മിനിറ്റിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? 5 മീറ്റർ കയറും അല്ലേ? അപ്പൊ എവിടെ എത്തി? 50 എത്തി. എന്നിട്ട് 2 മീറ്റർ ഇറങ്ങും. അത് നമ്മുടെ പ്രശ്നമല്ല. 50 എത്തിയിട്ടല്ലേ ഇറങ്ങുന്നേ. അതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യം പറഞ്ഞത് ഞാൻ ഈ 5നെ ഒഴിവാക്കിയിട്. കാരണം അവസാനം ഇത് കയറുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതുവരെയുള്ള കാര്യം പേടിക്കണ്ട. എന്ത് ചെയ്യുക? ഈ അവസാനത്തെ 5 മീറ്ററിനെ അങ്ങ് ഒഴിവാക്കിയിടുക. 45 എടുക്കുക. എന്നിട്ട് ഈ 45ൽ ഓരോ മിനിറ്റിലും നടക്കുന്ന പ്രവൃത്തി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15. എന്നിട്ട് ഈ അവസാനത്തെ 1 മിനിറ്റ് അങ്ങ് കൂട്ടുക. ഈ 16ാമത്തെ മിനിറ്റിൽ പുള്ളിക്കാരൻ എവിടെ എത്തിയിരിക്കും? 50 മീറ്ററിൽ എത്തിയിരിക്കും. എന്നിട്ട് താഴോട്ടിറങ്ങും. അത് വേറെ കേസ്. എപ്പ എത്തും എന്ന് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അതെത്രയാ? 16 മിനിറ്റ് എന്ന് എഴുതി വെക്കുക. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. വേറെ ഒന്നും ആലോചിക്കരുത്. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. തെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇതുപോലത്തെ ഒരു ചോദ്യം കൂടെ നമുക്കൊന്ന് ചെയ്തു വെച്ചാലോ? തെറ്റാണോ? യെസ്. അടുത്ത ചോദ്യം ഇതാണ്. ഒരാൾ 40 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു. 1 മിനിറ്റിൽ അയാൾ 4 മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിലും 2 മീറ്റർ താഴോട്ട് ഇറങ്ങും. എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും എന്നാണ് ചോദ്യം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലോജിക് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? ഒരു ലോജിക്കും ആലോചിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ടോട്ടൽ 40 എഴുതുക. മുകളിലേക്ക് കയറും എന്ന് പറയപ്പെടുന്ന 4നെ അങ്ങ് കുറയ്ക്കുക. ഇത് ചെയ്യാൻ പറ്റുമല്ലോ. 40ൽ നിന്ന് 4 കുറയ്ക്കുക, 36. ഇതെല്ലാവർക്കും എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ചെയ്യേണ്ടത് 4 മീറ്റർ കയറും 2 മീറ്റർ ഇറങ്ങുമല്ലോ. അപ്പൊ 4 മൈനസ് 2 എഴുതി വെക്കുക. 2. ഇത്ര എഴുതാൻ പറ്റുമല്ലോ. പറ്റി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിലുള്ള 36നെ താഴെയുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഒന്ന് കൂട്ടി എഴുതുക. പിടികിട്ടിയോ? നോർമലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 40/2 20 എന്ന ആൻസർ എഴുതി വെക്കും. ഇതല്ല ആൻസർ. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 കിട്ടും. 18നോട് 1 കൂട്ടി 19 എന്ന ആൻസർ എഴുതുക. ഇതിൽ ഒരു സംശയം വേണ്ട. നമ്മുടെ ആൻസർ 19 മിനിറ്റ്. എന്ന് വെച്ചാൽ അവസാനം 4 മീറ്റർ കയറുന്നുണ്ട്. ആ 4 മീറ്റർ നമ്മൾ അങ്ങ് വിട്ടു. ബാക്കി 36 മാത്രം എടുത്തു. 36നെ നമ്മൾ ഓരോ മിനിറ്റിലുള്ള 2 മീറ്റർ എന്ന പെർഫോമൻസ് വെച്ച് അളക്കുന്നു. 36/2 18. എന്നിട്ട് ഈ 18നോട് അവസാനത്തെ മീറ്റർ കൂടി അല്ലെങ്കിൽ അവസാനത്തെ ആ 1 മിനിറ്റും കൂടെ ചേർത്തിട്ട് നമ്മൾ എന്തെന്ന് എഴുതി? 19 എന്ന് എഴുതി. കഴിഞ്ഞു. പിടികിട്ടിയോ? ഇത് റീസെന്റ് ആയി പല പരീക്ഷകളിൽ, അതായത് നമ്മുടെ LGS നിലവാരത്തിലുള്ള പല പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ഈ ചോദ്യം വരുന്നുണ്ട്. അതുകൊണ്ട് കരുതിയിരുന്നോ, നമുക്കൊരെണ്ണം കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. അടുത്തൊരു ചോദ്യം. അമേരിക്ക എന്നതിനെ കോഡ് ഭാഷയിൽ MARECIA എന്ന് എഴുതിയിരിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് അതേ രീതിയിൽ എങ്ങനെ എഴുതാം എന്ന് ചോദിക്കാം. നോക്കിയടാ, അമേരിക്ക ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? MA അല്ലെ? ഇവിടെ എന്താണ്? കോഡ് MA എന്നാണ്. ആരുടെയാണ്? എയിമിന്റെ. ആദ്യത്തെ 2 ലെറ്റേഴ്സ്. അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് RE. അതാരാണ്? ER ആയിരുന്നു. അത് കഴിഞ്ഞ് IC. അതെന്താ ഇവിടെ? CII. അവസാനത്തത് A എന്ന് വെച്ചാൽ 2 ലെറ്റേഴ്സ്
മാത്രം മാറ്റി എഴുതുന്നു. അല്ല വേറെ ഒരു കോഡിങ്ങും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പൊ അമേരിക്ക കോഡ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ 2 ലെറ്റർ എടുത്തു മാറ്റി എഴുതി, അടുത്ത 2 ലെറ്റർ എടുത്തു മാറ്റി എഴുതി, അടുത്ത 2 ലെറ്റർ, ആ രീതിയിലാണ്. അപ്പൊ ഇംഗ്ലണ്ട് എങ്ങനെ എഴുതാം എന്ന് വെച്ചാൽ EN മാറ്റി എഴുതുക. എങ്ങനെ എഴുതുക? NE എന്ന് എഴുതുക. അത് കഴിഞ്ഞ് GL എങ്ങനെ എഴുതുക? LG എന്ന് എഴുതുക. അത് കഴിഞ്ഞ് AN എങ്ങനെ എഴുതുക? NA എന്ന് എഴുതുക. അവസാനത്തെ D ചേഞ്ച് ഇല്ല. കാരണം എന്താ? അതിന്റെ കൂടെ ചേഞ്ച് ചെയ്യാൻ വേറെ ലെറ്റർ ഇല്ല, അതുകൊണ്ടാണ്. 2 എണ്ണം വീതം എടുക്കുമ്പോൾ EN ചേഞ്ച് ചെയ്ത് NE എന്ന് എഴുതി, GL LG എന്ന് എഴുതി, അതുപോലെ AN NA എന്ന് എഴുതി. കണ്ടോ? അപ്പൊ NEL GNAD എന്നുള്ളത് ഓപ്ഷനിലുണ്ടോ നോക്കിയേ. NEL ഉണ്ടല്ലോ, ഉണ്ട്. GNAD ഉണ്ടല്ലോ, ഉണ്ട്. കണ്ടോ? ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ കോഡിങ് വളരെ ലൈറ്റ് ആണ്. പക്ഷെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും ലെറ്റേഴ്സിനെ ലെറ്റേഴ്സുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മളിത് കൊളവാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനകത്ത് തന്നെയുള്ള ലെറ്റേഴ്സിനെ ഇന്റർചേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. അടുത്ത് പറയുന്നു റെയിൽവേ എന്നതിന്റെ കോഡ് 18191223 എന്ന്. നോക്കടാ, ആർ എന്ന ലെറ്ററിന്റെ നമ്പർ അറിയാലോ. നമ്മൾ ഈ ലെറ്റേഴ്സിന്റെ നമ്പർ പലരും കാണാതെ ഒടിച്ചു വെക്കാറുണ്ടല്ലേ, അല്ലെ? ഫുൾ ആയിട്ട് കാണാതെ ഒടിച്ചു വെക്കാറുണ്ട്. നിങ്ങൾ ഫുൾ നമ്പർ ഒന്നും കാണാതെ അടിച്ചു വെക്കണ്ട. ഇത് കാണാതെ പഠിച്ച് വെച്ചാൽ പോലും ചിലപ്പോൾ പരീക്ഷാ ഹാളിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ റഫ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു പാർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലെറ്റേഴ്സിനെ ഒന്ന് എഴുതിയിടുക. അവരുടെ നമ്പേഴ്സ് 1 2 3 4 എന്നുള്ള രീതിയിൽ 26 വരെ എഴുതി വെക്കുക. അതാണ് ഏറ്റവും സേഫ് കേട്ടോ. അപ്പൊ കോഡിങ് ആൻഡ് ഡീകോഡിങ് ഉണ്ട് എങ്കിൽ അങ്ങനെ എഴുതി തന്നെ ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക. അപ്പൊ R എന്നത് 18ാമത്തെ ലെറ്റർ ആണ്, അല്ലെ? A എന്നത് 1ാമത്തെ ലെറ്റർ ആണ്. അടുത്തത് I എന്നത് 9ാമത്തെ ലെറ്റർ ആണ്. അതുപോലെ L എന്നത് എത്രാമത്തെയാ? 12ാമത്തെ ലെറ്റർ ആണ്. അതുപോലെ W എന്നത് 23ഉം, അതുപോലെ A എന്നത് 1, Y എന്നത് 25. ആ ക്രമത്തിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് റെയിൽവേ നമ്മൾ എഴുതി വെച്ചത്. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷൻ എന്ന വേർഡിന്റെ കോഡ് എഴുതാമോ? ഒന്നുമില്ല. എസിന്റെ നമ്പർ എടുക്കുക. S 19ാമത്തെ ലെറ്റർ ആണ്. T 20ാമത്തെ ലെറ്റർ ആണ്. A 1ാമത്തെ ലെറ്റർ ആണ്. പിന്നെയും T വന്നിരിക്കുന്നു 20, I വന്നിട്ടുണ്ട് 9, O വന്നിട്ടുണ്ട് 15, N വന്നിട്ടുണ്ട് 14. ഇത്ര എഴുതാമല്ലോ. ഓക്കെ, അപ്പൊ സ്റ്റേഷൻ എഴുതിയത് കണ്ടോ? S 19, T 20, A 1, പിന്നെയും T 20, പിന്നെ ആരാണ്? I വന്നു 9, പിന്നെ O വന്നിട്ടുണ്ട് 15, പിന്നെ ഒരു 14. സെറ്റായോ? I. ഇത് നമുക്ക് ഓപ്ഷനകത്ത് ഉണ്ടോ എന്ന് നോക്കാം. 19, 20, 120. 19, 20, 120 കണ്ടോ വന്നിട്ടുണ്ട്. 19, 20, 120 ഇവിടെ 2 സ്ഥലത്ത് വന്നിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് 91, 514 നോക്കിയേ. 91, 514 ഇവിടെ വന്നു. ഇവിടെ 91, 514 ഇല്ല. ഉണ്ടോ? ഇത് കൃത്യമായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബിയിൽ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ചൂസ് ചെയ്തു. വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്പർ ഇട്ടെന്നേ ഉള്ള, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കും. ട്രെയിൻ എന്നതിന് കോഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻജിന്റെ കോഡ് വേണം. സെയിം പാറ്റേണിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ ടിയുടേത് 20, ആറിൻ്റെത് 18, A1, I9, N14 എല്ലാം കൃത്യമായി വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻജിൻ എങ്ങനെ എഴുതാം? E5, N14, G എങ്ങനെ എഴുതുക? 7ാമത്തെ ലെറ്റർ അല്ലേ G? ആണ്. I9, N14, E5 കണ്ടോ? ഇത് നമ്പേഴ്സ് നോക്കി അങ്ങ് എഴുതുക കേട്ടോ. അപ്പൊ എൻജിൻ എന്ന വേർഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 51, 47, 91, 45. 51, 47, 51, 47, 51, 47 അവിടെ മാത്രമേ ഉള്ളൂ അല്ലെ. പിന്നെ വരുന്നത് 91, 45 കറക്റ്റാ. 5147, 9145 വരുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ A ആണ്, ഉറപ്പിക്കുന്നു. ഓക്കെ, ഇനി കോഡിംഗ് അല്ല, ഇതൊരു സീരീസ് ആണ്. പക്ഷെ അത്യാവശ്യം എന്ത് ചെയ്യണം? ലെറ്റേഴ്സിന്റെ പൊസിഷനെ കുറിച്ച് ഒരു ധാരണ നമുക്ക് വേണം. കണ്ടോ? FED, HGF, JIH, LKJ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ആര്? ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന നോക്കിയടാ, FED. FED എന്ന് പറയുന്നത് തിരിച്ചു വായിക്കേ, DEF ആണല്ലോ. അത് കഴിഞ്ഞ് HGF തിരിച്ചു വായിച്ചേ, FGH. അടുത്തത് JIH എങ്ങനെ എഴുതുക? HIJ ആണല്ലോ.
അടുത്തത് LKJ, തിരിച്ചു വായിച്ചേ JKL. ഇപ്പൊ അതിന്റെ ഒരു സ്വഭാവം മനസ്സിലായി കാണും. DEF, ഓക്കെ, എഫിൽ തുടങ്ങി FGH, അടുത്ത എച്ചിൽ തുടങ്ങി HIJ, അത് കഴിഞ്ഞ് ജെയിൽ തുടങ്ങി JKL ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത എവിടെ തുടങ്ങണം? എല്ലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. LMN. പക്ഷെ LMN എന്ന ഓപ്ഷനിലുണ്ടെങ്കിൽ എടുത്തു കളയരുതേ. അപ്പൊ LMN അല്ല നമുക്ക് വേണ്ടത്, നേരെ തിരിച്ചെടുക്കുക. എങ്ങനെ? NML. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? LMN തന്നെയാണ് വേണ്ടത്, പക്ഷെ ഓർഡർ റിവേഴ്സ് ആയിരിക്കണം. NML. തെറ്റരുത്. ക്രമം മനസ്സിലായി? ഓക്കെ ആണ്. ഇത് ശരിക്കും കോഡിംഗ് പോലത്തെ ഒരു ചോദ്യമാണ്, പക്ഷെ വന്നിരിക്കുന്ന സീരീസ് ആയിട്ടാണ്, തെറ്റിക്കരുത് കേട്ടോ. അടുത്തൊരു ശ്രേണി പൂരിപ്പിക്കാൻ പറയാണ്. ഇത് നമുക്ക് എപ്പോഴും പരീക്ഷണം ആയിട്ട് തോന്നുന്ന ചോദ്യമാണ് അല്ലേ. എന്ന് വെച്ചാൽ ആകെ കൺഫ്യൂഷൻ ആയി പോകും. ഇതെങ്ങനെയാണ് എടുക്കേണ്ടത്, ഇതിൽ ഏത് ഓർഡറിലാണ്? ഒന്നുമില്ലടാ, ഇതിനകത്ത് നമ്മൾ ആ പറയുന്ന സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇട്ട് നോക്കുക. എന്നിട്ട് അതിനൊരു താളം നമുക്ക് വായിക്കുമ്പോൾ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. എപ്പോഴും അത് വായിച്ചു നോക്കി അതിനകത്തൊരു താളം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ എല്ലാ ഓപ്ഷനെയും അവിടെ ആശ്രയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ ഒന്നാമത്തേൽ കിട്ടുന്ന താളത്തേക്കാൾ നല്ലൊരു താളം രണ്ടാമത്തേൽ കിട്ടും. മനസ്സിലായി? അതുകൊണ്ട് തന്നെ 4 ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായി ചെയ്ത് നോക്കി വേണം ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ഞാനത് ചെയ്ത് കാണിക്കാം. അതായത് കണ്ടോ, നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആ ഒരു സീരീസ് അതുപോലെ തന്നു. ഇനി ഓരോ ഓപ്ഷനായിട്ട് ഞാൻ ഇട്ട് നോക്കാൻ പോവാം. ഓപ്ഷനകത്ത് ആരാ? ABABB. കണ്ടോ? അപ്പൊ ഞാൻ ഇവിടെ എഴുതി ABABB ഇങ്ങനെ എഴുതിയല്ലോ. അത് കഴിഞ്ഞ് അടുത്ത ഓപ്ഷൻ ഏതാ? BBABA. BBA എന്ന ഓപ്ഷൻ ഞാൻ അവിടെ എഴുതി. അപ്പൊ ആ 2 ഓപ്ഷനായി. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്താ? BAAAB. BAAAB. ഓക്കെ. ഇനി നാലാമത്തെ ഓപ്ഷൻ എഴുതുകയാണ് A, ബാക്കിയെല്ലാം B ആ അല്ലെ. അപ്പൊ ആദ്യത്തെ A ഞാൻ എഴുതി, ബാക്കിയെല്ലാം B. ഞാൻ അവിടെ അങ്ങ് ഫില്ല് ചെയ്തു. ഓക്കെ. ഇതിനകത്ത് നിന്ന് നമുക്കൊരു ക്രമം കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ പോവാം. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ ഫില്ല് ചെയ്ത സ്ഥലത്ത് ഞാൻ വായിക്കാൻ പോവാണേ. BABABB. BAAABB. കണ്ടോ? ഇവിടെ BABABB കൊള്ളാം, നല്ലൊരു ക്രമമായിരുന്നു. എന്നാൽ അത് അതുപോലെ റിപ്പീറ്റ് ചെയ്യാൻ അടുത്ത സ്ഥലത്ത് പറ്റിയോ? BAAABB എന്നാ വന്നത്. അപ്പൊ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് നമ്മളത് വിട്ടു. ഓക്കെ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ BABB, BAAABA ഒരു ക്രമവും ഇല്ലാതെ പോകുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ അതങ്ങ് വിട്ടു. അടുത്ത് നോക്കുമ്പോൾ BABBBB. നോക്കിക്കോ, BABBBB. അടുത്തതോ AAAAB അല്ലെ. അവിടെയും നമുക്ക് കൃത്യമായ ഒരു ഓർഡർ കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അടുത്ത് നോക്കിയേ BABABB. ഓക്കെ ആണോ? അടുത്ത് നോക്ക് BABABB. ഇവിടെ ഒരു സെറ്റ്, അതേ സെറ്റ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ BABABB, BABABB അത് കൃത്യമായി ഫോളോ ചെയ്യുന്നത് ഓപ്ഷൻ ഡിയിലാണ്. കണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ആരെ ഉറപ്പിക്കുന്നു? ഓക്കെ. അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയെന്ന് മനസ്സിലായോ? ജസ്റ്റ് ഓപ്ഷൻസ് എടുത്തു, അവിടെ ഫില്ല് ചെയ്ത് നോക്കി, അതിൽ ഏറ്റവും നന്നായിട്ട് യോജിക്കുന്നത് എന്തോ അത് നമ്മൾ ചൂസ് ചെയ്തു, അങ്ങനെ ആൻസറിലേക്ക്. ഇത് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അതിനുള്ള ഒരു ക്ഷമ വേണം കേട്ടോ. ക്ഷമയോടുകൂടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിന്റെ മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും കേട്ടോ. അത് ക്ഷമ വിട്ടാണെങ്കിൽ നടക്കില്ല. അതുപോലത്തെ ഒരു ചോദ്യം കൂടെ തരാം. തന്നിരിക്കുന്ന ശ്രേണി പൂരിപ്പിക്കാൻ ഉചിതമായ പദം ഏത് എന്നാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക, ആ സീരീസിനകത്ത് തന്നിരിക്കുന്ന സീരീസിനകത്ത് എത്ര ഗ്യാപ്പ് ഉണ്ട്? ഡാഷ് ഇട്ടിട്ടുണ്ട്. എത്രയാ? 4. അപ്പോൾ ഓപ്ഷനകത്ത് 4 എണ്ണം തന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ആ 4 എണ്ണം ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എടുക്കുകയാണെ DABC. ഞാനിവിടെ D ഇട്ടു അല്ലെ. ഇവിടെ ഒരു A ഇട്ടു, പിന്നെ ഒരു B ഇട്ടു, ഇത് C. അപ്പൊ DABC ഫില്ല് ചെയ്തു. അടുത്തത് BCAD എന്നാണ്. അപ്പൊ BCAD എന്ന ക്രമത്തിൽ എഴുതി വെക്കും. ഓക്കെ. അടുത്തത് CBBA എന്നാണ്. CBBA എന്ന ക്രമത്തിൽ എഴുതുകയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് CABB എന്നാണ്. CABB ഞാൻ കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്തു. ഓക്കെ. നമുക്ക് ആദ്യത്തെ മുതൽ വായിച്ചു നോക്കാം. ABDD.
AACD, ABCD, CBCD. ഒരു ക്രമം നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് തൽക്കാലം എടുക്കണ്ട, നോക്കാം. അടുത്ത് നോക്കുമ്പം ABBD, ACCD. കൊള്ളാം. ABBD, ACCD. എന്നാൽ അടുത്ത് നോക്കുമ്പോഴോ AACD, DBCD. അതൊരു റിപ്പീറ്റേഷൻ ആണോ? റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? ഇല്ല. അടുത്ത് നോക്കുമ്പം ABCD, ABCD, ABCD. കണ്ടോ? കൃത്യമായി ഒരു ABCD ഇവിടെ വരുന്നുണ്ട്, അടുത്തൊരു ABCD വരുന്നുണ്ട്, അടുത്ത ABCD വരുന്നുണ്ട്, അടുത്ത ABCD കൃത്യമായി വരുന്നുണ്ട്. കണ്ടോ? അപ്പൊ ABCD, 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 ABCD നമുക്ക് എവിടെ കിട്ടിയിട്ടുണ്ട്? ആ മൂന്നാമത്തെ വാല്യൂവിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് റൈറ്റ് ആയിട്ട് തൽക്കാലം നോക്കാം അല്ലെ. അടുത്ത ഓപ്ഷൻ കൂടെ നോക്കാം. ABCD ഓക്കെ ആണ്. AACD, ABCD, BBCD. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ നാലാമത്തേതും പൂർണ്ണ പരാജയമാണ്. ആകപ്പാട് നമുക്കൊരു റെപ്പിറ്റേഷൻ ABCD കിട്ടുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? സിയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ താളം എന്ന് ഉദ്ദേശിക്കുന്നത് അത് 4 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, 3 വീതം ആയിക്കോട്ടെ, നമുക്ക് കൃത്യമായ ഇടവേളകളിൽ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ താളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായി നമുക്കിവിടെ ഫോളോ ചെയ്യാൻ പറ്റിയത് എവിടെ മാത്രമേ ഉള്ളൂ? അത് സി എന്ന ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. റെഡിയാണോ? ഓക്കെ ആണോ? അപ്പൊ അത് കിട്ടിയിട്ടുണ്ട്. റെഡി. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സീരീസ് നോക്കാണേ. 2, 11, 47, 191, 767 ഡാഷ്. അത് ഫില്ല് ചെയ്യണം. നോക്കാം. 2ൽ നിന്ന് 11ലേക്ക്. ഇപ്പൊ 2ഉം 11ഉം എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ പ്രൈം നമ്പർ സീരീസ് ആണ് എങ്കിൽ അടുത്തടുത്ത സംഖ്യകളോ ഒരു പ്രത്യേക ഇടവേളയിൽ വരുന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ അതല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ. ആ ഒരു രീതിയിലല്ല വന്നിരിക്കുന്നത്. നോക്കട്ടെ, 2ൽ നിന്ന് 11ലേക്ക് പോയപ്പോ എന്താ വ്യത്യാസം ഉണ്ടായത്? 2ന്റെ 5 മടങ്ങിനോട് നമുക്ക് വേണമെങ്കിൽ 1 കൂട്ടി എഴുതാം അല്ലെ. ഇനി 11ൽ നിന്ന് 47ലേക്ക് ചെന്നപ്പോ എന്താ വ്യത്യാസം നോക്കി. അപ്പൊ ആ ഒരു ഇന്റർവെല് കറക്റ്റ് ആണോ? അപ്പൊ ആ ഇന്റർവെല് ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് പറയാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ആൻസർ ശ്രദ്ധിക്കാവൂ കേട്ടോ. ഞാൻ ആൻസർ പറയാൻ പോവാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് മാത്രം വീഡിയോ പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ ശ്രദ്ധിക്കുക. അപ്പൊ 2ൽ നിന്ന് 11ലേക്ക് എങ്ങനെ എത്തിയെന്ന് പറയാം കേട്ടോ. 2നെ 4 കൊണ്ട് ഗുണിക്കുക, 2ന്റെ 4 മടങ്ങ്. എന്നിട്ട് ഇതിനോട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 3 കൂട്ടി എഴുതി. കുഴപ്പമുണ്ടോ? 2 × 4 8, 8 3 11. ഉറപ്പിക്കാമല്ലോ. ഇനി ഞാൻ ചെയ്യുന്നത് 11നോട് 4 ഗുണിച്ചു, 11ന്റെ 4 മടങ്ങ് പ്ലസ് 3 എത്ര കിട്ടും? 47 എന്ന് കിട്ടും. ആണല്ലോ. അത് കഴിഞ്ഞ് 47നെ എത്ര കൊണ്ട് ഗുണിക്കുക? 4 കൊണ്ട് ഗുണിക്കുക. 47നെ 4 കൊണ്ട് ഗുണിച്ചാൽ 40 × 4 എത്രയാ? 160. അതുപോലെ 7 × 4 എത്രയാ? 28. അപ്പൊ എത്ര കിട്ടും? 188. അതിനോട് 3 കൂട്ടുന്നു, ശരിയല്ലേ? അപ്പൊ എത്ര കിട്ടി? 191 കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ആ ഗ്യാപ്പ് പോകുന്നു. അടുത്ത 191 എന്ന് പറയുന്ന സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ച ശേഷം 3 കൂട്ടി നോക്കിയേ. 191. 200നെ 4 കൊണ്ട് ഗുണിച്ചോ? 200നെ 4 കൊണ്ട് ഗുണിച്ചാൽ 800 കിട്ടും അല്ലെ. എന്നാൽ ആ 9 വീതം 4 അങ്ങ് കുറയ്ക്കുക. 4 9 36 കുറച്ചാൽ എത്ര കിട്ടും? 764. അതിനോട് 3 കൂട്ടിയാൽ 767 കിട്ടുന്നുണ്ടോ? കിട്ടി. അതേ സെയിം ഫോർമാറ്റിൽ തന്നെ 767നോട് നമ്മൾ 4 ഗുണിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഒരു 3 കൂട്ടി എഴുതാൻ തീരുമാനിച്ചു. അപ്പൊ നമുക്കറിയാം, ഇത് നോക്കടാ, 7 4 28 ആണല്ലോ അല്ലെ. 7 4 28. 28നോട് 3 കൂട്ടിയാൽ എന്തായാലും 31 വരും. ആ രീതിയിൽ അവസാനം 1ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാം. നിലവിൽ അതല്ല, കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ ഗുണിച്ചേ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യാ? ഇത് 700 ആണ്. 700 × 4 2800. ശരിയാണല്ലോ? ആണ്. അടുത്ത 60 ആണ്. 60 × 4 6 4 24 240 ആണല്ലോ. അത് കഴിഞ്ഞ് 7 4 28. ഇവർ ഇത്രയും പേരൊന്ന് കൂട്ടിയേ. 2800ഉം 240 3040, പിന്നെ 3068. അതിനോട് 1 കൂട്ടിയാൽ എന്ത് കിട്ടും? 3071 കിട്ടും. കിട്ടിയോ? ഇത്രേ ഉള്ളൂ സംഗതി. ഇവിടുത്തെ തൊട്ടടുത്ത നമ്പർ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയതെന്ന് നോക്കൂ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് 4 കൊണ്ട് ഗുണിച്ചു, അതിനോടൊരു 3 കൂട്ടി എഴുതി കേട്ടോ. അപ്പൊ ആ ഒരു സീരീസ് ശ്രദ്ധിക്കുക. പെട്ടെന്ന് നമുക്ക് ഇവിടേക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഇങ്ങനെയൊക്കെ സീരീസ് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. ചിലപ്പോൾ ഇത് 3 ഗുണിച്ചിട്ട് 4 കൂട്ടുന്നതായിരിക്കും അല്ലെ, 5 ഗുണിച്ചിട്ട് 10 കൂട്ടുന്നതായിരിക്കും,
ചിലപ്പോൾ അത് 10 ഇരട്ടി എടുത്ത ശേഷം അതിലേക്ക് 100 കൂട്ടുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ റീസെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്, നോക്കിക്കോട്ടാ. അടുത്തുണ്ടോ, ഇതൊരു പ്രത്യേക രീതിയിലാണ്. എന്താണ്? ഇമേജ് ആരോ, മുകളിലേക്ക് ഒരു ആരോ, റൈറ്റിലേക്ക്, ഡൗൺ, ലെഫ്റ്റ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ആരോയുടെ ഒരു പൊസിഷൻ കണ്ടോ? ക്ലോക്കിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലോക്കിൽ നമ്മുടെ ഒരു മിനിറ്റ് സൂചി 12-ൽ നിൽക്കുന്നു, എന്നിട്ട് അത് വലത്തേക്ക് തിരിഞ്ഞു, 3-ലെത്തി, പിന്നെ അത് താഴേക്ക് തിരിഞ്ഞു, 6-ലെത്തി, എന്നിട്ട് നീ എങ്ങോട്ട് തിരിഞ്ഞു? ഇടത്തേക്ക് തിരിഞ്ഞു, 9-ൽ. കണ്ടോ? അപ്പൊ ഈ ഒരു ആരോയുടെ മൂവ്മെന്റ് ഒരു ക്ലോക്കിലെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഘടികാര ദിശ അല്ലെ? അപ്പൊ ക്ലോക്കിൽ സൂചി സഞ്ചരിക്കുന്ന പോലത്തെ ഒരു മൂവ്മെന്റ് ആണ് ശരിക്കും ഈ ആരോയ്ക്ക് ഉള്ളത്. അപ്പൊ ആദ്യം 12-ൽ നിന്നത് 3-ലെത്തി, പിന്നെ 6-ലെത്തി, 9-ലെത്തി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി എവിടെ പോണം? 12-ൽ തന്നെ പോണം, നേരെ മുകളിലോട്ട്. ശരിയല്ലേ? സോ നമ്മുടെ ആൻസർ ഏതാ? കണ്ടോ? ആ ഒരു റൊട്ടേഷൻ കൃത്യമായി ക്ലോക്ക് വൈസ് ആണോ എന്ന് നോക്കിയാൽ മതി. ഘടികാര ദിശയിലാണോ? ആണ്. ചിലപ്പോൾ ഇനി നേരെ തിരിച്ചു തരാം കേട്ടോ. ആന്റി ക്ലോക്ക് വൈസ് എങ്ങനെയായിരിക്കും? അതെങ്ങനെയായിരിക്കും? മുകളിലേക്ക് ആരോ, പിന്നെ ലെഫ്റ്റിലേക്ക് ആരോ, ഡൗൺ ആരോ, പിന്നെ റൈറ്റിലേക്ക്. മനസ്സിലായോ? 12-ന്ന് 9-ലേക്ക്, പിന്നെ 6-ലേക്ക്, ആ രീതിയിൽ അല്ലെ? എന്നാലും ഇതിന്റെ അവസാനം അവിടെ തന്നെ വന്ന് നിൽക്കും, മുകളിലേക്ക് തന്നെ ആരോ വന്ന് നിൽക്കും. ശരിയല്ലേ? അപ്പൊ ക്ലോക്ക് വൈസ് ആണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഏത് ഡയറക്ഷൻ ആണെന്ന് കൃത്യമായി നോക്കി വെക്കുക. അടുത്ത് പറയുന്നു 1/2, 1/4, 1/16 ഡാഷ് 1/65536. ഇത് റീസെന്റ് ആയിട്ട് നമ്മളൊരു പരീക്ഷയിൽ കണ്ടതാണ് അല്ലെ? അതിനകത്ത് കണക്കായിരുന്നു ഏറ്റവും കൂടുതൽ പരീക്ഷണമായിട്ട് നിങ്ങൾക്ക് തോന്നിയത്. കണക്ക് ചോദ്യങ്ങൾ 20 എണ്ണത്തിൽ 17 കണക്ക് ചോദ്യങ്ങളും 3 മെന്റലബിലിറ്റി ചോദ്യങ്ങളും അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് കിട്ടിയ ഒരു സീരീസ് ആണ്. ഞാൻ നോക്കിയടാ, ഇവിടെ എടുത്തിരിക്കുന്നത് എങ്ങനെയാ? 1/2, അത് കഴിഞ്ഞ് 1/4, അത് കഴിഞ്ഞ് 1/16, ഈ ക്രമത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ 1/2^1, 1/2^2, 1/2^4. കണ്ടോ? അത് കഴിഞ്ഞ ഒരു ഗ്യാപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞ് ആര് വന്നു? 1/65536 എന്ന് വെച്ചാൽ 65,536. ഈ 65,536 നമുക്ക് അധികം പരിചയമുള്ള നമ്പർ അല്ല, പക്ഷെ അതിന്റെ വാല്യൂ എന്താന്ന് വെച്ചാൽ അത് 2/16 എന്ന വാല്യൂ ആണ്. 2/16. 2-നെ 16 തവണ എഴുതി ഗുണിച്ചാൽ ഏത് കിട്ടും? ഈ 65,536 കിട്ടും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇത് 2/1, ഇത് 2/2, ഇത് 2/4, ഇരട്ടി ഇരട്ടി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത് ആര് വരണം? 2/8 വരണം. എന്നാലേ അത് കഴിഞ്ഞ് 2/16 വരൂ അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട നമ്പർ ഏതെന്ന് വെച്ചാൽ 1/2^8. നമുക്കെല്ലാം അറിയാം, 2-നെ 8 തവണ എഴുതി ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന നമ്പർ 256 ആണോ? അല്ലേ? 2/8 എന്ന് വെച്ചാൽ 2/10 1024. അപ്പൊ 2/9 താഴേക്ക് വന്നേ. 512. അതിന്റെ പകുതി എത്രയാ? 256. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്യേണ്ട നമ്പർ ആര് എന്ന് വെച്ചാൽ 1/256 എന്നതാണ്. 1/256. കണ്ടോ? അതിന്റെ ക്രമം കൃത്യമായിട്ട് നോക്കുക. അതൊരു നമ്പർ സീരീസ് ആണ്, അതിനകത്ത് പവർ എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അനലോഗിയാണ്, സമാന ബന്ധങ്ങൾ. പുസ്തകം ഗ്രന്ഥകാരന് എന്ന പോലെയാണ് പ്രതിമയ്ക്ക് ആര് എന്ന അല്ലെ? പുസ്തകം ഗ്രന്ഥകാരൻ അല്ലെ? പുസ്തകവും ഗ്രന്ഥകാരനും തമ്മിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. ശരിയല്ലേ? അതുപോലെ, അതായത് പുസ്തകം എഴുതുന്ന ആൾ അല്ലെങ്കിൽ ആ പുസ്തകം നിർമ്മിച്ച ആൾ എന്നുള്ള രീതിയിൽ നമ്മൾ ആരെ പറയാറുണ്ട്? ഗ്രന്ഥകാരനെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രതിമയ്ക്ക് അതേ ബന്ധമുള്ള ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാന്ന് പറയണം? അത് ശില്പിയാണെന്ന് പറയണം. ഓക്കെ, പ്രതിമ നിർമ്മിച്ച ആളാണ് ആര്? ശില്പി. അത് നമുക്ക് പറയാലോ. ഓക്കെ ആണേ? അപ്പൊ പുസ്തകം ഗ്രന്ഥകാരന് എന്ന പോലെ പ്രതിമയ്ക്ക് ആരാണ് എന്ന് വെച്ചാൽ പറയാ അത് ശില്പിയാണ് എന്ന് പറയാ. ഓക്കെ, വിശപ്പ് ഭക്ഷണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ ദാഹം എന്തിനോട് എന്നാണ് അല്ലെ? വിശപ്പിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന പോലെ ശരിക്കും ദാഹം എന്നത് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ്? ദാഹശമനിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ദ്രാവകമാണല്ലേ? വെള്ളമാണ്, കുടിക്കാനുള്ളതാണ് അല്ലെ? അപ്പൊ കുടിക്കാനുള്ള എന്തിനേയും നമുക്ക് ആ ഗ്രൂപ്പിൽ പെടുത്താം. അപ്പൊ അതിൽ ഏറ്റവും ലൈറ്റ് ആയിട്ട് നമുക്ക് വിശപ്പ് ഭക്ഷണം എന്ന ക്രമത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ദാഹത്തിനോട് നമുക്ക് വെള്ളത്തെയാണ് കണക്ട് ചെയ്യാം കേട്ടോ.
ചായ, കാപ്പി, ജ്യൂസ് ഒക്കെ ഇതിന് കാരണമാവുന്നുണ്ടെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ട് എന്താണ്, ദാഹം എന്തിനാണ് കണക്ട് ചെയ്തിരിക്കുന്നു, അത് വെള്ളം എന്നതിനോടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ. എന്നാൽ ദാഹത്തിനോട്, ഇപ്പൊ വിശപ്പ് ഭക്ഷണം എന്ന് പറയുന്ന പോലെ ദാഹത്തിനോട് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് ഉണ്ടോ? അങ്ങനെ ഒരു വേർഡ് ഉണ്ടോ? ഉണ്ട്. ആ ഒരു വേർഡ് ഓർത്ത് വെച്ചോ. ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അധികം അത് പറയാത്തത്. പാനീയം എന്ന് പറഞ്ഞൊരു വേർഡ് വരുന്നുണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത്. വെള്ളം പോലും തൊടരുത് കേട്ടോ. വിശപ്പിന് ഭക്ഷണമാണ് എങ്കിൽ ദാഹത്തിന് നമുക്ക് വെള്ളം എന്നല്ല പറയേണ്ടത്, ദാഹത്തിന് പാനീയം എന്ന് വേണം പറയാൻ കേട്ടോ. അത് നേരത്തെ ചോദിച്ചിട്ടുണ്ട്, പാനീയം ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തു പറഞ്ഞേ ഉള്ളൂ. സമുദ്രം വെള്ളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമുദ്രം വെള്ളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമുദ്രത്തിന് വെള്ളം പോലെ ഹിമപാളി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമുദ്രത്തിൽ വെള്ളമുണ്ട്. അതെങ്ങനെയാ? കുറെ വെള്ളം ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? സമുദ്രം. എന്നാൽ ഹിമപാളിയിൽ, അല്ലെ, ഹിമപാളി എന്ന് വെച്ചാൽ എന്താണ്? സ്ലാബ്സ് ആണ്. ഐസിന്റെ സ്ലാബിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹിമപാളി എന്ന് പറയാം. അപ്പൊ ഹിമപാളി എന്ത് ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്? ശീതം, തണുപ്പ് ചേർന്നിട്ടാണോ? അല്ല. പർവ്വതം ചേർന്നിട്ടാണോ? അല്ല. ഗുഹ ചേർന്നിട്ടാണോ? അല്ല. ഐസ് ചേർന്നിട്ടാണ് കേട്ടോ. ഹിമം ചേർന്നിട്ടാണ് ഹിമപാളി. സമുദ്രം വെള്ളം എന്ന് പറയുന്ന പോലെ ഹിമപാളിയോട് ആരാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹിമം അഥവാ ഐസ് ആണ് കേട്ടോ, തെറ്റിക്കരുത്. ഒരു കുട്ടിയുടെയും പിതാവിന്റെയും വയസ്സുകളുടെ തുക 156ഉം വയസ്സിന്റെ അംശബന്ധം 5:7 ആണ് എങ്കിൽ പിതാവിന്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണെന്ന് ചോദിച്ചിരിക്കുക. ഓക്കെ, നോക്ക്. അപ്പൊ ഇവരുടെ വയസ്സുകളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട്, ഇവരുടെ വയസ്സുകളുടെ അംശബന്ധവും തന്നിട്ടുണ്ട്, 5ഉം 7ഉം. അപ്പൊ നമുക്ക് ആ വയസ്സുകൾ എങ്ങനെ എടുക്കാം? 5x അതുപോലെ 7x എന്നെടുക്കാലോ, അല്ലെ? അപ്പൊ ഇവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 156 ആണല്ലോ. ആണ്. ഓക്കെ. അപ്പൊ 5x-ഉം 7x-ഉം തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? 12x എന്ന് കിട്ടുമല്ലോ. കിട്ടും. അപ്പൊ 12x എന്ന് പറയുന്നത് 156 ആണ്. ശരിയല്ലേ? അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് x എഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ 156-നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ജസ്റ്റ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് 13 എന്നായിരിക്കും. ഓക്കെ, x 13. ഇവിടെ നിന്ന് കുട്ടിയുടെ പ്രായം എഴുതാമോ എന്ന് വെച്ചാൽ 5 × 13 എന്ന് എഴുതുക. 5x ആണല്ലോ, ഇത് എത്രയാ? 65 എന്ന് കിട്ടും, ആണല്ലോ. പിതാവിൻ്റെത് എന്ന് വെച്ചാലോ 7 × 13 എന്ന് എടുക്കേണ്ടി. കണ്ടോ, 7 × 13 എത്രയാ? 70. 3 7 21. അപ്പൊ എത്ര എന്ന് എഴുതുക? 91. കണ്ടോ? അപ്പൊ കുട്ടി പിതാവ് എന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോ നമ്മൾ വിചാരിച്ച ഏതാണ്ട് ചെറിയ മക്കളായിരിക്കും എന്നല്ലേ? അതെ, ആ പിതാവിനെ സംബന്ധിച്ചത് കുട്ടിയാ, അല്ലെ? അപ്പൊ ഇവരുടെ പ്രായം എന്ന് പറയുന്ന 65 91 ഇവരുടെ പ്രായ വ്യത്യാസം. കണ്ടോ, 65ഉം 91ഉം തമ്മിൽ കുറയ്ക്കുക, അല്ലെ? അപ്പൊ 91 65 കുറച്ചാൽ എത്ര കിട്ടുക? 26. കണ്ടോ, അപ്പൊ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 26. ഇതാണ് ശരിക്കും ഇവിടുത്തെ ആൻസർ. ഈ ഒരു ചോദ്യം ചെയ്യാൻ നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇവരുടെ അംശബന്ധം അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. അതെങ്ങനെയാന്ന് വെച്ചാൽ ജസ്റ്റ് അവരുടെ തുക അറിയാമല്ലോ, 156, അത് അവിടെ എഴുതുക. എന്നിട്ട് ഈ അംശബന്ധത്തിന്റെ തുക എടുക്കുക. ഇവരുടെ പ്രായത്തെ സൂചിപ്പിക്കുന്ന ഒരു ബന്ധമാണല്ലോ ഇത്. 5ന്റെയും 7ന്റെയും തുക എടുക്കുക. എത്രയാ അത്? 12 ആണല്ലോ. ഇനി കണ്ടെത്തേണ്ട ഇവരുടെ വ്യത്യാസമാണല്ലോ. അപ്പൊ 5ന്റെയും 7ന്റെയും വ്യത്യാസം എടുക്കുക. 5ന്റെയും 7ന്റെയും വ്യത്യാസം എത്രയാ? 5 7 വ്യത്യാസം 2 ആണല്ലോ. ആ 2 കൊണ്ട് ഗുണിക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. നമ്മൾ ഈ കണ്ട ജോലി അത്രയും ചെയ്ത സ്ഥലത്ത് ഇത്ര മാത്രം ചെയ്യുക. ആ തുക 156 എഴുതുക, അംശബന്ധം തമ്മിൽ കൂട്ടി ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അവരുടെ വ്യത്യാസം കൊണ്ട് ഗുണിക്കുക. അപ്പൊ 156ഉം 12ഉം കൂടി എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്തു 13 എന്ന് എഴുതുക. 13 × 2, 13നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 26 എന്ന് കിട്ടും, ആണല്ലോ. അപ്പൊ കുട്ടിയുടെയും പിതാവിന്റെയും വയസ്സുകളുടെ വ്യത്യാസം ആണ് ചോദ്യം. എത്രയാ? 26 ഇനം. ഓക്കെ, അപ്പൊ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുപോലെ മറ്റൊരു ചോദ്യം, 15 വർഷം കഴിയുമ്പോൾ രാജീവിന്റെ വയസ്സ് അവന്റെ 5 വർഷം മുമ്പിലത്തെ വയസ്സിന്റെ 5 മടങ്ങാകും എങ്കിൽ രാജീവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ്. ഒരു സിമ്പിൾ ചോദ്യമാണ്. ഇതിനെ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. 15 വർഷം കഴിയുമ്പോൾ രാജീവിന്റെ വയസ്സ് അവന്റെ 5 വർഷം മുമ്പിലത്തെ വയസ്സിന്റെ 5 മടങ്ങാകും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് അറിയാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? രാജീവിന്റെ ഇപ്പോഴത്തെ വയസ്സ് 10. അപ്പൊ 5 കൊല്ലം മുമ്പുള്ള വയസ്സ് എത്രയാ? 5 കൊല്ലം മുമ്പുള്ള വയസ്സ് എന്ന് വെച്ചാൽ അത് 5 വയസ്സാണല്ലോ. ഇനി 15 കൊല്ലം ശേഷമുള്ള വയസ്സ് എടുക്കുക.
ഓക്കെ, ഇപ്പൊ 5 കൊല്ലം മുമ്പുള്ള വയസ്സെടുക്കാൻ നമ്മൾ എന്ത് ചെയ്തു? 10 നിന്ന് 5 കുറച്ചെഴുതി. ഈ 10നോട് എന്ത് ചെയ്യുക? 10നോട് 15 കൂട്ടി എഴുതുക. 15 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സ് കണ്ടെത്താൻ. അപ്പൊ എത്രയാ? 25. ഇവര് തമ്മിലുള്ള ബന്ധം 5 മടങ്ങാണോ എന്ന് നോക്കിയേ. ആണ്. 5ന്റെ 5 മടങ്ങാ 25. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ 15 നോക്ക്. ഇപ്പോഴത്തെ വയസ്സ് 15 ആണെങ്കിൽ 5 കൊല്ലം മുമ്പ് പ്രായം 10 ആണല്ലോ. ഈ 15നോട് 15 കൂട്ടി എഴുതിയേ. 15 കൊല്ലം കഴിയുമ്പോൾ എത്ര കിട്ടും? 30. ഇത് 5 മടങ്ങാണോ? അല്ല. ഓക്കെ, ഇനി അടുത്ത സി ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ 20ൽ നിന്ന് 5 കുറച്ചേ എത്ര കിട്ടും? 15. 20നോട് 15 കൂട്ടിയേ, അപ്പൊ എത്ര കിട്ടും? 35. ഇത് 5 മടങ്ങാണോ? അല്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കുമ്പോൾ 18 ആണ്. 18ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? 5 കുറയ്ക്കുക. എത്ര കിട്ടും? 13. എന്നിട്ട് 18നോട് 15 കൂട്ടിയേ, എത്ര കിട്ടും? 18ഉം 15ഉം 33. ഇത് 5 മടങ്ങാണോ? അല്ല. അപ്പൊ ഈ രീതിയിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു 5 മടങ്ങ് എടുക്കാൻ പറ്റുന്ന എവിടെയാണ്? ദാ ഇവിടെയാണ്. 5, 25 എന്നുള്ള രീതിയിലാണ്. ഇവിടെ ശരിക്കും 5 മടങ്ങ് തന്നെ കിട്ടുന്നുണ്ട്. സോ നമ്മൾ ആരെ ചൂസ് ചെയ്തു? ഇതിന്റെ ആവശ്യമുള്ളൂ. അല്ലാതെ വെറുതെ നിങ്ങൾ ഇവിടെ എക്സും വൈയും ഒന്നും ഇട്ടിട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഓക്കെ കേട്ടോ, എക്സ് ഇട്ടാൽ തന്നെ നമുക്ക് ആകെ വട്ടായി പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഓപ്ഷൻ എടുത്തങ്ങ് ചെയ്താൽ മതി. അത്രയ്ക്ക് സിമ്പിൾ ക്വസ്റ്റൻ ആയതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം കണ്ടോ. ഇത് നമുക്ക് എന്താണ്? സമാന ബന്ധം, അനലോഗി കണ്ടുപിടിക്കുന്ന പോലത്തെ ഒരു ചോദ്യമാണ്. പക്ഷെ ഇതിനകത്ത് ഉണ്ടോ? ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ കോഡിംഗ് ഡീകോഡിംഗ് പോലെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ADCE കണ്ടോ? ADCE ആക്ച്വലി എങ്ങനെ വരണമായിരുന്നു? ABCD എന്ന് വരണമായിരുന്നു അല്ലേ? അങ്ങനെ വന്നിട്ടില്ല. എങ്ങനെയാ? ഒന്നാമത്തെ ലെറ്റർ, നാലാമത്തെ ലെറ്റർ, മൂന്നാമത്തെ ലെറ്റർ, അഞ്ചാമത്തെ ലെറ്റർ, ഇങ്ങനെയാ വന്നിരിക്കുന്നത്. അതേ ക്രമത്തിൽ ഇവിടെ വന്നപ്പോൾ G കണ്ടോ? G ഏഴാമത്തെ ലെറ്റർ, J കണ്ടോ? 10ാമത്തെ ലെറ്റർ, I കണ്ടോ? 9, K കണ്ടോ? 12ആണോ? 11. അപ്പൊ ആ ഒരു ക്രമം നോക്കുക. ആദ്യം 7ൽ നിന്ന് 9ലേക്ക് പോയി, 9ൽ നിന്ന് ഇവിടെ 10ലെത്തി അല്ലെ, 10ൽ നിന്ന് പിന്നെ ഇവിടെ പോയി 11ലേക്ക്. അതുപോലെ തന്നെയാണ് ഇവിടെ 1ൽ നിന്ന് നേരെ 3ൽ പോയി, 3ൽ നിന്ന് 4ൽ വന്നു, 4ൽ നിന്ന് നേരെ 5ലേക്ക് പോയി. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന ക്രമം. അടുത്ത് നോക്കിയേ, DGFH വന്നിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? 4, 7, 6, H 8 കണ്ടോ? ഇവിടുത്തെ ഓർഡർ നോക്കിയേ. 4ൽ നിന്ന് നേരെ 6, 2 കൂട്ടി 6, 6ൽ നിന്ന് നേരെ 7, 7ൽ നിന്ന് 8, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ക്രമം നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇപ്പൊ ABCD എന്ന് എഴുതുന്നതിന് പകരം ADCE എവിടെ അവസാനിച്ചു? ഇയിൽ അവസാനിച്ചു. ഇ കഴിഞ്ഞിട്ട് F ഇല്ല, ജിയിൽ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അപ്പൊ അവിടെ വന്നിരിക്കുന്ന ആ ഒരു ക്രമം കൃത്യമായിട്ട് നോക്കുക. എങ്ങനെയാണ്? GJIK അവിടെ തീർന്നു. അത് കഴിഞ്ഞ് DGFHലാണ് അല്ലെ, Hൽ വന്ന് അവസാനിച്ചു. H കഴിഞ്ഞിട്ട് ആരാ? I വേണ്ട, ജെയിൽ സ്റ്റാർട്ട് ചെയ്യാമോ? പറ്റും. ജെയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ J എഴുതാം. J കഴിഞ്ഞിട്ട് ആരെ എഴുതാൻ പാടില്ല? തൊട്ടടുത്ത K എഴുതാൻ പാടില്ല അല്ലെ. അത് കഴിഞ്ഞിട്ട് എഴുതാം. J കഴിഞ്ഞിട്ട് K എഴുതരുത്, L എഴുതാം. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് L എഴുതാം അല്ലെ. Lൽ നിന്ന് അതിന്റെ തൊട്ടടുത്ത ലെറ്റർ ആയ M-ലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് അവസാനം M-ന്റെ തൊട്ടടുത്ത ലെറ്റർ ആയ N എഴുതുക. ഓക്കെ, അപ്പൊ ആ ക്രമം കണ്ടോ? JMLN ഉണ്ടോ? JMLN കണ്ടോ? കൃത്യമായി വന്നിട്ടുണ്ട്. ആ നമ്പർ വെച്ചിട്ട് നോക്കിയാൽ മതി. ആ ഗ്യാപ്പ് കൃത്യമായിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. 1, 3, 4, 5. അത് കഴിഞ്ഞ് 6 ഇല്ല, 7ൽ സ്റ്റാർട്ട് ചെയ്തു. 7 കഴിഞ്ഞ് 8 ഇല്ല, 9, 10, 11. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പോയിരിക്കുന്ന പിന്നെ 4ല. 4 കഴിഞ്ഞ് 5 ഇല്ല, 6, 7, 8. 8 കഴിഞ്ഞ് പിന്നെ ആര് വേണ്ട? 9 വേണ്ട. 10ൽ സ്റ്റാർട്ട് ചെയ്യുക, 11 വേണ്ട അല്ലെ. അപ്പൊ ഇത് 10ാമത്തെ ലെറ്റർ ആണ്, 11 വേണ്ട. ഇത് 12ാമത്തെ ലെറ്റർ ആണ്, ഇത് 13ാമത്തെ ലെറ്റർ ആണ്, ഇത് 14. കൃത്യമായ ക്രമം പാലിക്കാൻ പറ്റുന്നുണ്ടോ? ഇതും കോഡിംഗ് തന്നെയാണ്, പക്ഷെ തന്നിരിക്കുന്നത് എങ്ങനെയാ? അനലോഗി പോലെയാണ് ചോദ്യം തന്നിരിക്കുന്നത്. എടുത്തോ, നല്ല ചോദ്യാട്ടോ. ഓക്കെ, ഇനി ഒറ്റയാനെ കണ്ടെത്തുക. വ്യാഴം, നക്ഷത്രം, ആകാശം, ചന്ദ്രൻ. ഇതിലേതാ നമ്മൾ എടുക്കാൻ പോകുന്നത് ഒറ്റയാനായിട്ട്? വ്യാഴമാണോ, നക്ഷത്രമാണോ, ആകാശമാണോ, ചന്ദ്രനാണോ? ഇവിടെ നമ്മളങ്ങ് ഉറപ്പിച്ച് പറയാ, ആരാണ്? ആകാശമാണ് നമ്മുടെ ആൻസർ. കാരണം എന്താ? ആകാശത്തിലെ ഗോളങ്ങളാണ് ഇവരൊക്കെ അല്ലേ. നക്ഷത്രം, വ്യാഴം, ചന്ദ്രൻ, ഇവരെല്ലാവരും എവിടെയാണ്? ആകാശത്തിൽ കാണപ്പെടുന്നു എന്ന് നമ്മൾ പറയപ്പെടുന്നു അല്ലെ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിലെ ഒറ്റയാൻ ആരാണ്? ആകാശമാണ്. അടുത്ത് പറയുന്നു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സെയിൽ സിംഗ്, മൊറാർജി ദേശായി, ഇവരെല്ലാം പ്രൈം മിനിസ്റ്റേഴ്സ് അല്ലേ? ആണല്ലോ.
ഈ കൂട്ടത്തിൽ സെയിൽ സിംഗ് മാത്രമാണ് ആര്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെ, പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആൾ. ബാക്കി എല്ലാവരും ആരാണ്? പ്രൈം മിനിസ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് ഒറ്റയാനെ നമ്മൾ കണ്ടെത്തി. റീസെന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടത് കൊണ്ട് തന്നു എന്നേ ഉള്ളൂ. ഇതുപോലെ എന്ത് ചോദിക്കാം? സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം, ക്യാപിറ്റൽസുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം അല്ലെ, അതുപോലെ മുഖ്യമന്ത്രിമാരുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ശ്രദ്ധിച്ചോ. 42 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ മഹേഷിന്റെ സ്ഥാനം മുകളിൽ നിന്ന് 19 ആയാൽ താഴെ നിന്നുള്ള റാങ്ക് എത്ര? കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോക്കിയേ, മൊത്തം 42 പേർ, നിലവിൽ 19 റാങ്ക്. അപ്പൊ എന്ത് ചെയ്യാ? 42-ൽ നിന്ന് 19 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 23 എന്ന് കിട്ടും. ശേഷം 23 ഓപ്ഷൻ ഉണ്ടെങ്കിലും തുടരുത്, ഒന്ന് കൂട്ടി എഴുതുക. കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് കൂട്ടണം എന്നുള്ളത് നിർബന്ധമാണ്. സോ താഴെ നിന്ന് അല്ലെങ്കിൽ പുറകിൽ നിന്നൊക്കെ ചോദിച്ചാൽ ഏത് പറഞ്ഞാൽ മതി? 24 പറഞ്ഞാൽ മതി. ടോട്ടൽ നമ്പർ 42, ഇതിൽ നിന്ന് 19 കുറയ്ക്കുക, അപ്പൊ 23. ഇതിനോട് ഒന്ന് കൂട്ടുക, അപ്പൊ നമുക്ക് കിട്ടുന്നു 24 മതി, ധാരാളം. അടുത്ത് പറയുന്നു 5 പേർ വഴിയിലൂടെ നടന്നു പോവാണ്. പിയുടെ മുന്നിലായി എസും ക്യൂവിന് പിന്നിലായി ടിയും സഞ്ചരിക്കുന്നു. പിക്കും ക്യൂവിനും മധ്യത്തിലായിട്ട് 6. ഇതാണ് ആദ്യം നമ്മൾ എഴുതേണ്ട. പിക്കും ക്യൂവിനും മധ്യത്തിലായിട്ട് ആര് വരുന്നുണ്ട്? 6 വരുന്നുണ്ട്. ഇത് മാത്രം ആദ്യം എഴുതുക, കാരണം ഈ മധ്യത്തുള്ള ആൾക്കാർക്കാണ് എപ്പോഴും വെയിറ്റേജ് കൂടുതൽ കൊടുക്കേണ്ടത്. ഇനി നോക്കേണ്ടത് പിയുടെ മുന്നിലായി എസ്. അപ്പൊ പിയുടെ മുന്നിൽ എസ് വരണമല്ലോ. അപ്പൊ പിക്ക് മുന്നിൽ എസ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഡയറക്ഷൻ, പിക്ക് മുന്നിലായിട്ട് എസ്. ഇനി പറയുന്നു ക്യൂവിന് പിന്നിലായിട്ട് ടി. അപ്പൊ കറക്റ്റ് ആയല്ലോ. അപ്പൊ ഈ മിഡിലുള്ള ആളിനെ അങ്ങ് മാർക്ക് ചെയ്താൽ നമ്മുടെ ജോലി പകുതി കുറഞ്ഞു. അപ്പൊ പിക്കും ക്യൂവിനും മധ്യത്തിലായിട്ട് 6 ആണെങ്കിൽ പി ക്യൂ അവിടെ എഴുതുക, അതിന്റെ മിഡിൽ ആരെ ഇട്ട് കൊടുക്കുക? 6 ഇടുക. എന്നിട്ട് മുന്നിലെയും പിന്നിലെയും ആൾക്കാരെ ഡിസൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, ഏറ്റവും മധ്യത്തിലായിട്ട് നടക്കുന്ന ആരാണ്? ഇവിടെ ചോദ്യത്തിൽ നിന്ന് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ കിട്ടി, അതാരാ? 6. കണ്ടോ? അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ ഒന്ന് ഹാൻഡിൽ ചെയ്താൽ നല്ലതായിരിക്കും. മിഡിലുള്ള ആളിനെ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കും പോകുന്നതാണ് ഏറ്റവും എളുപ്പം. ശ്രദ്ധിക്കണേ, റീസെന്റ് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. 5 പേർ വഴിയിലൂടെ നടന്നു പോകുന്നു. എയുടെ മുന്നിലായിട്ട് ഡിയും ബിക്ക് പിന്നിലായി ഇയും എയുടെയും ബിയുടെയും മധ്യത്തായിട്ട് സിയും. ഇപ്പൊ പറഞ്ഞ പോലെ എക്കും ബിക്കും മധ്യത്തിൽ സി കൊടുക്കുക. ഓക്കെ, ശേഷം ഓരോ നോക്കുക. എയുടെ മുന്നിൽ ഡി, അപ്പൊ എക്ക് മുന്നിൽ ഡി ആണ് എങ്കിൽ ഡയറക്ഷൻ മനസ്സിലായല്ലോ. ഇതാണ് ഏറ്റവും ഫ്രണ്ട്. ഇനി പറയാണ് ബിക്ക് പിന്നിലായിട്ട് ഇ. കറക്റ്റാ. ഏറ്റവും പിന്നിലാരാ? ഇ ആണ്. ഏറ്റവും മുന്നിലാരാ? ഡി ആണ്. ഏറ്റവും മിഡിലാരാ? സി. നമുക്ക് വേണ്ടത് മധ്യത്തായിട്ട് നടക്കുന്ന ആളിനെ അല്ലേ? യെസ്, അതാരാണ്? സി ആണ്. ഉറപ്പിക്കുന്നു. ക്ലിയർ? കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്നതല്ലേ? യെസ്. ബഷീർ അവന്റെ വീട്ടിൽ നിന്നും 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു നിന്നു. വീണ്ടും ഇടത് തിരിഞ്ഞ് 30 കിലോമീറ്റർ കൂടി നടന്നാൽ അവൻ ഇപ്പോ വീട്ടിൽ നിന്ന് എത്ര അകലെയാണ്? ഡയറക്ഷൻ ഒന്ന് നോക്കിയേ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലെ? എവിടെയാണ് ബഷീർ? എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഏതോ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. എത്ര ദൂരം? 40 കിലോമീറ്റർ സഞ്ചരിച്ചു. എങ്ങോട്ട്? പടിഞ്ഞാറോട്ട്. എന്നിട്ട് അവിടെ നിന്നു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു. അവിടെ നിന്ന് ഇടത്തോട്ട്, പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഒരാളുടെ ഇടത് ഭാഗം ആരാ? ഉറപ്പായിട്ടും അത് സൗത്ത് ആയിരിക്കും. സൗത്തിലേക്ക് എത്ര ദൂരം? 30 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റും ഈ ഒരു എൻഡിങ് പോയിന്റും തമ്മിലുള്ള അകലമാണ് കണ്ടെത്തേണ്ടത്. ഈ അകലം കണ്ടോ? ഈ ഒരു ഡിസ്റ്റൻസ് നോക്കിയേ, 40 30 അല്ലേ? അപ്പൊ അത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പൈതഗോറസ് തിയറം ഉപയോഗിക്കാറുണ്ട്. 40 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ. കുഴപ്പമില്ലല്ലോ. എങ്ങനെ ചെയ്യും? 40ന്റെ സ്ക്വയർ 1600, 30ന്റെ സ്ക്വയർ 900, കൂട്ടുമ്പോ 2500 ആണോ? 2500ന്റെ റൂട്ട് എടുക്കടാ. 2500ന്റെ റൂട്ട് എടുക്കാൻ എത്ര സിമ്പിളാ? എത്രയാ? 50 അല്ലെ? ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര എന്ന് ചോദിച്ചാൽ ജസ്റ്റ് 50 കിലോമീറ്റർ ആയിരിക്കും. അകലം കണ്ടോ? 50 കിലോമീറ്റർ. ഓക്കെ ആണേ? റെഡി ആണേ? അതുപോലത്തെ ഒരു ചോദ്യം ഇപ്പൊ റീസെന്റ് ആയിട്ട് കിട്ടിയത്, മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാള് 20 മീറ്റർ കിഴക്കോട്ട്, അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ട്, എന്നിട്ട് തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട്, പിന്നെ ഒരു 10 മീറ്റർ വടക്കോട്ടും, അതിനുശേഷം ഒരു സ്ഥലത്ത് എത്തുന്നു. 5 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം പിന്നെയും 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്? ജസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ നല്ല ജോലിയുണ്ട്, നോക്കാം നമുക്കല്ലേ.
20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. കിഴക്കെന്ന് വെച്ചാൽ എങ്ങോട്ടാ? വലത്തോട്ടാണല്ലോ. അപ്പൊ അത് കണക്കാക്കി തന്നെ വരയ്ക്കുകയാണേ. ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. കുഴപ്പമില്ലല്ലോ, സഞ്ചരിച്ചു. ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അപ്പൊ താഴേക്കാണ് തെക്ക്. 20 മീറ്റർ സഞ്ചരിച്ചല്ലോ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? തിരിയാണ്. എങ്ങോട്ടേക്ക്? പടിഞ്ഞാറ് ദിക്കിലേക്ക്. എത്ര ദൂരം സഞ്ചരിച്ചു? 35. ശരിയല്ലേ? അപ്പൊ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ട് ഒരു 35 അങ്ങ് സഞ്ചരിച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ 35 മീറ്റർ സഞ്ചരിച്ചു ആണല്ലോ. ഓക്കെ. അപ്പൊ 35 മീറ്റർ സഞ്ചരിച്ചുവെങ്കിൽ നിങ്ങൾ ഇതിനെ ഇവിടെ ഇട്ടങ്ങ് കട്ട് ചെയ്ത് കേട്ടോ. ഇത് എത്രയാ? 20 മീറ്റർ. ബാക്കി ഇവിടെ 15 മീറ്ററേ ഉള്ളൂ എന്ന് ഓർക്കുക, ആവശ്യമുണ്ടേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ? 10 മീറ്റർ വടക്കോട്ട്, അവിടെ നിന്ന് നേരെ മുകളിലേക്ക് 10 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? 10 മീറ്റർ നമുക്ക് പിന്നെയും കട്ട് ചെയ്യാം. എങ്ങനെ കട്ട് ചെയ്യാം? ഇവിടെ ഉണ്ടോ ഒരു 20 ആണുള്ളത്. അപ്പൊ ഇതിനെ നേരെ ഇവിടെ ഇട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ 10 കഴിഞ്ഞാൽ മുകളിലോട്ട് എന്തുണ്ട്? ഒരു 20 കിടപ്പുണ്ടോ? ഇല്ല, മുകളിലോട്ട് ഒരു 10 കൂടെ കിടപ്പുണ്ട്. ഓക്കെ. ശേഷം എന്താ ചെയ്തേ? 5 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പൊ എന്താ ചെയ്തേ? അവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് കണ്ടോ ഇങ്ങോട്ടേക്ക് 15 മീറ്റർ സഞ്ചരിച്ചു. അപ്പൊ 15 മീറ്റർ എന്ന് വെച്ചാൽ ഇവിടെ എന്തായാലും എന്ത് വരുന്നുണ്ട്? ഒരു 15 വരുന്നുണ്ടല്ലേ. അപ്പൊ ഫുള്ള് ഇങ്ങറ്റം വരെ വരുന്നുണ്ടോ? ഇല്ല, ജസ്റ്റ് ഇവിടെ വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ 15. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഈ ഒരു പോയിന്റ് ആണ് എൻഡിങ് പോയിന്റ്. അപ്പൊ അവിടുത്തെ അകലം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയാം അകലം എത്രയാ? നമുക്കറിയാം മൊത്തം 20 അല്ലേ. അതിനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടതാ. 20 ദാ ഇവിടെ മുതൽ ഇതുവരെയുള്ള എത്രയുള്ളൂ? 10 മീറ്റർ. ഇത് ജസ്റ്റ് വരച്ച് നോക്കി തന്നെ കണ്ടുപിടിക്കാം. ഇത് വരയ്ക്കാതെ നമുക്ക് ചെയ്യാൻ ഒരു മാർഗമുണ്ട്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു മെത്തേഡാണ്, എന്നാലും ഞാനൊന്ന് പറയാം. എന്താ സംഭവം? കിഴക്കോട്ട് ഒരാള് 20 മീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് എന്തോന്നു ചെയ്തു? തെക്കോട്ട് സൗത്തിലേക്ക് 20 മീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് പടിഞ്ഞാറോട്ട് വെസ്റ്റിലേക്ക് 35 സഞ്ചരിച്ചു. എന്നിട്ടോ നോർത്തിലേക്ക് സഞ്ചരിച്ചു. എത്ര മീറ്റർ? 10 മീറ്റർ. ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഒരു 15 മീറ്റർ കിഴക്കോട്ട്. അപ്പൊ കിഴക്കില് ഒരു 15 കൂടി ചേർക്കുക. ഇത്രയും ചെയ്യാൻ പറ്റുമോ? അപ്പൊ കിഴക്കോട്ട് മൊത്തം എത്ര മീറ്റർ സഞ്ചരിച്ചു? 35 മീറ്റർ. ഇതിന്റെ ഓപ്പോസിറ്റ്, കിഴക്കിന്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറോട്ട് 35. ഒരേ ദിശയിൽ തന്നെ കിഴക്കോട്ട് 35 പോയിട്ട് അതേപോലെ തിരിച്ച് പടിഞ്ഞാറോട്ട് 35 പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെ ക്യാൻസൽ ചെയ്ത് കൂടെടാ. അങ്ങോട്ട് പോയ പോലെ തിരിച്ചു വന്നല്ലേ. അപ്പൊ ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്ക്, അതങ്ങ് വിട്ടേക്ക്. സൗത്തിലേക്ക് 20 പോയി, നോർത്തിലേക്ക് 10. വേറെ ഒന്നും ആലോചിക്കാനില്ല. സൗത്തും നോർത്തും ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ സൗത്തിന്റെ 20-ൽ നിന്ന് നോർത്തിന്റെ 10 മാത്രം കുറയ്ക്കുക. അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് കിട്ടും 10. ഇത് വരയ്ക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പൊ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറേ അങ്ങ് വരച്ച് വട്ടായിട്ട് പോവാം. വരയ്ക്കാതെ ആണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഓപ്പോസിറ്റ് എഴുതുക. ഓപ്പോസിറ്റ് വരുന്ന ഒരുപോലെയുള്ള വാല്യൂസ് കുറച്ച് കളയുക, മിച്ചം വരുന്ന മാത്രം എടുത്തെഴുതുക, ആൻസറിൽ എത്തിച്ചേരുക. കഴിഞ്ഞു കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഈ ദിശ, സെൻസ് ഓഫ് ഡയറക്ഷൻ ഒന്നും ശരിക്കും നമ്മുടെ സിലബസിൽ ഇല്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സമാനമായ പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചോദിക്കുന്നുണ്ട്? ദിശയായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചെയ്യാതെ പോകരുത് കേട്ടോ, നമ്മുടെ ആവശ്യമാണ് കേട്ടോ. അപ്പൊ ഒരുവിധം ടോപ്പിക്സിൽ നിന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് റീസെന്റ് ആയിട്ടുള്ളത് എടുത്ത് ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങളും വർക്കൗട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ അധികം നമ്മൾ ഉപദ്രവിക്കാൻ പോകാത്തത് കലണ്ടർ, ക്ലോക്ക് പോലത്തെ സംഗതികളാണ്. അത് നിങ്ങൾ ഒരുവിധം നോക്കിയിട്ട് പോവാ. അത്യാവശ്യം ദിവസങ്ങളുടെ ഗ്യാപ്പ് കണ്ടെത്തുക, ദിവസങ്ങളിൽ നിന്ന് ദിവസങ്ങളിലേക്ക് പോവുക. അതുപോലെ ക്ലോക്കിന്റെ റിഫ്ലക്ഷൻ അല്ലെ, അത് എന്താണ്, മിറർ ഇമേജ് നോക്കുക. അതുപോലെ തന്നെ ആംഗിൾസ്. ഇത്രയും മാത്രം ഒന്ന് നോക്കിയിട്ട് പോകും. ഓക്കെ. അപ്പൊ എന്തായാലും കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുന്നു? പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യും. അതിൽ എനിക്കൊരു സംശയമില്ല. അത്രയ്ക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നന്നായിട്ട് പരീക്ഷ എഴുതുക. ഒരു വിഷമവും വിചാരിക്കേണ്ട. കോൺഫിഡൻസിന്റെ അങ്ങേയറ്റം നിൽക്കട്ടെ. നമുക്കിനിയിപ്പോൾ അധികം സമയമില്ലല്ലോ. നേരെ പോവാ, പരീക്ഷ എഴുതുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് കോൺഫിഡൻസിന്റെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ട് തന്നെ പരീക്ഷ എഴുതിക്കോളൂ. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.